വി രാജേഷ് ബീഫ് കഴിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കാറില്ല, ബീഫ് ഉപയോഗിക്കാറില്ല. ആ. ഇല്ല, ഉപയോഗിക്കാറില്ല. ഈ ചോദ്യങ്ങൾ ഉം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉം. ഇപ്പൊ ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഉം. റിലീസാവുന്നു. ഉം. അവിടെ ബീഫ് കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗം ഭയങ്കരമായിട്ട് വൈറലാവുന്നു. ഇതിന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത് ഞാൻ ആ സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ബി.ജെ.പി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു നെറേറ്റീവും കൂടി അവിടെ വർക്ക് ആവുന്നുണ്ട് പാരലലി. ഇതിന് ഈ കേരള സ്റ്റോറിയിൽ ബി.ജെ.പിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അപ്പോൾ? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. അത് തന്നെയായിരിക്കും. പിന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന സ്റ്റാൻഡല്ല ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേറെന്ത് സ്റ്റാൻഡാ ഉള്ളത് ഒരു വിഷയത്തിൽ? സംസ്ഥാന അധ്യക്ഷൻ ഒരു നിലപാട് പറഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടാണ്, പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുടെ നിലപാടാണ്. സുരേഷ് ഗോപി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ പക്ഷേ മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ വലിയ രീതിയിലുള്ള സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് കുറച്ചുകൂടി സംയമനത്തോടുകൂടി പെരുമാറണം, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കുറച്ചുകൂടി സമാധാനപരമായി ഡീൽ ചെയ്യണം. ആ വിധങ്ങളിലുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ ചർച്ചകളോ ഒക്കെ നടക്കുന്നുണ്ടോ? മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പോലുള്ളൊരു ഒരുപാട് വാല്യുബിൾ ടൈം ഉം, സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളിനോട് കുറച്ചുകൂടി അദ്ദേഹത്തോട് ഇറിറ്റേറ്റ് ചെയ്യാതെ പെരുമാറണമെന്നാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഉം, 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 ഉം. അദ്ദേഹത്തിനോടൊരു അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ അദ്ദേഹത്തിലൊരു അഹങ്കാരിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഓക്കെ. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ വോട്ട് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ വോട്ടിംഗ് ഇലക്ഷൻ സംവിധാനത്തിനോടുള്ളൊരു അദ്ദേഹം വേണ്ട രീതിയിൽ അതിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണെന്നൊക്കെയുള്ള വിധത്തിൽ കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക? കോൺഗ്രസ് ആണ് ഇക്കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. നിലവിലുള്ള ഈ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരനുണ്ട്. അദ്ദേഹം അത് വിനിയോഗിച്ചിട്ടുണ്ട്. ഉം. അത് ഇത് വളരെ ഇതൊക്കെ ടെക്നിക്കലായ ഒരു കാര്യം അല്ല, മാത്രമാണ്. ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ കോൺഗ്രസ് ആരാ? കോൺഗ്രസ്സുകാരോട് ആരെങ്കിലും പറഞ്ഞോ നിങ്ങളിതിലൊക്കെ മാർക്കിട്ട് കൊണ്ടുവരാനായിട്ട്? ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഈ അടുത്തൊരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ പറയണായിരുന്നു, മോദിജി അദ്ദേഹം ആദ്യം കാണുന്നത് 2000ങ്ങളുടെ തുടക്കത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഇത്രയും എലക്വൻ്റായി സംസാരിക്കാൻ വശമില്ല. അതിനുശേഷം മോദിജി അദ്ദേഹം 2010 കാണുമ്പോൾ മോദിജി അദ്ദേഹത്തിനോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്, അബ് മേര അംഗ്രേസി കൈസാ ഹേ എന്ന്. അതായത് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. സ്വയം പുതുക്കാനും സ്വയം അധ്വാനം ചെയ്യാനും ഉള്ളൊരു അദ്ദേഹത്തിനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിന് വി.വി.ആർ എത്രമാത്രം അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? 2010 തൊട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതെനിക്കൊരു ചാനൽ ചർച്ചയിൽ നിന്ന് വിവരിക്കാൻ പറ്റുന്നതിന് അതീതമാണ്. ആ. അത്രത്തോളം വലിയൊരു ആഴമേറിയ ഒരു പുസ്തകമെന്നോ അല്ലെങ്കിൽ സർവകലാശാല എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിജി ഓരോരോ ചെറിയ കാര്യത്തിൽ പോലും അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മത, അദ്ദേഹം ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉള്ള ഒരു 2.5 മണിക്കൂർ ഇൻട്രാക്ട് ചെയ്തതല്ലോ. ചില സമയം ഞങ്ങളുടെ നേതാവായിരിക്കും, ചില സമയം ജ്യേഷ്ഠ സഹോദരനായിരിക്കും, ചില സമയത്ത് പിതാവായിട്ട് പെരുമാറും, ചില സമയത്ത് ഒരു സമര നേതാവായിട്ട് മാറും, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും. ഈ രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ നല്ലൊരു മിടുമിടുക്കനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് മാറും. ആയിട്ടായിരുന്നു അദ്ദേഹം 2.5 മണിക്കൂർ. ഇതിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾക്കൊരു ജീവിതകാലം മൊത്തവും പൊതുപ്രവർത്തനം നടത്തുവാൻ്റെ എല്ലാ അനുഭവങ്ങളും എനിക്ക് മാത്രമല്ല അവിടെ പങ്കെടുത്ത 115 പേർക്ക് ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹം മൻ കി ബാത്ത് എന്നുള്ളൊരു റേഡിയോ പ്രോഗ്രാമിൽ എടുത്ത ആലിൻ എന്നൊരു കുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഓർഗൻ ഷെയർ ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഉൾപ്പെടെ അധികരിച്ച് സംസാരിച്ചിരുന്നു ആ ഒരു പരിപാടിയിൽ. ഇപ്പോഴും സാധാരണക്കാരനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു ഉപകരണം റേഡിയോ ആണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി കൃത്യമായിട്ട് സമയം ചെലവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി അദ്ദേഹം സമയം ചെലവാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറക്കം 3-4 മണിക്കൂറിന് വേണ്ടി ചുരുക്കുക, ഇത് ഒരു പ്രോത്സാഹനമായിട്ട് വർക്കാവുന്നുണ്ടോ വി.വി.ആറിന്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നൂറുകണക്കിന് ആൾക്കാരും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു രാഷ്ട്രത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. അതിങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ എസ് ജയശങ്കർജി ഉം. കേന്ദ്ര വിദേശകാര്യമന്ത്രി, അദ്ദേഹമായിട്ട് ഞാൻ നിരവധി ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വനി വൈഷ്ണവ് ഉം. റെയിൽവേ മന്ത്രി, ഇപ്പം മുരളിയേട്ട മന്ത്രിയായ സമയത്ത് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രമന്ത്രിയായി, ഇപ്പോൾ ജോർജ് കുര്യൻജി, ഇവരൊക്കെ തന്നെ, സുരേഷ് ഗോപി, ഉം. ഇവരൊക്കെ തന്നെ നരേന്ദ്രമോദിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഉം. ഈ ഉം. മന്ത്രിമാരൊക്കെ തന്നെ ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ അത്രത്തോളം ഇപ്പോൾ ഉറക്കം എന്താ ലേറ്റായി കിടന്ന് എഴുന്നേൽക്കുന്ന, ഞാനത് ഇപ്പോൾ എല്ലാവരിലും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല.
ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ അധ്വാനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ മീഡിയ സ്റ്റണ്ട് മാത്രമേ എത്തുന്നുള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? വളരെ നന്നായിട്ട് നിങ്ങളത് ആ ഭാഗം നിരീക്ഷിക്കാത്തതുണ്ട്. അത് ഏതെങ്കിലും ചാനലിൻ്റെ മുമ്പേ വരുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ മാധ്യമപ്രവർത്തകർ കാണുന്നുള്ളൂ. ഉം. അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ അല്ല, ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പല എക്സ്ട്രാ അഫയേഴ്സിലും ഇപ്പോ ഒരു സിനിമാ സെറ്റിൽ ഒരു കുറച്ചാളുകൾ ഒരു വിദേശത്ത് പെട്ട് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. പക്ഷേ പെട്രോളിയം മിനിസ്ട്രിയും ടൂറിസം മിനിസ്ട്രിയും ഇന്ത്യയിൽ മുൻപോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ കഠിനാധ്വാനമുണ്ട്. ഉം. നമ്മൾ ചെയ്യുന്ന ഒരു മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിലോ മാധ്യമങ്ങളിലോ പുറത്തു വരണമെന്നില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ ഓഫീസിലിരുന്നോ ഉദ്യോഗസ്ഥരുമായിട്ടോ സംസാരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രത്തോളം മികച്ച സംഭാവന ചെയ്യുന്ന മന്ത്രിമാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. ഉം. ഉം. ഞങ്ങൾക്കറിയാം ആ കാര്യങ്ങളൊക്കെ. നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുമ്പോൾ ആൾക്കാർ മയക്കം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. പിണറായി സർക്കാർ അതിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടർച്ചയിലേക്ക് വരുമോ? അവസാനത്തെ ഇടതുപക്ഷ സർക്കാരായിരിക്കും ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ സർക്കാർ കേരളത്തിൽ. ചരിത്രത്തിലെ തീർത്തു. കോൺഗ്രസ് സർക്കാരും ഇനി വരില്ല. ഇതൊന്നും അല്ലാത്തൊരു സംവിധാനം എനിക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഈ നീതി ആയോഗ് സൂചികയിലൊക്കെ കേരളം ഒരുപാട് സെക്ടറുകളിൽ ഒന്നാമതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പിണറായി വിജയൻ സർക്കാരുടെ ഒരു വിജയമായിട്ട് കണക്കാക്കാനാവില്ല. ഇതൊന്നും ഫീൽഡിൽ കാണാം. ഈ സർക്കാരിനെയൊക്കെ ഒരു നിമിഷം മുമ്പ് എനിക്ക് തോന്നുന്നു 6 മണിക്ക് എന്താ പോളിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങളൊന്ന് ക്യൂ നിൽക്കും പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാനായിട്ട്. രാവിലെ വോട്ടെണ്ണാൻ തുടങ്ങി 8 മണിയാകുമ്പോൾ തന്നെ അവരൊക്കെ തോക്കും. ഉം. ഉം. അത്രത്തോളം ജനങ്ങൾ ഇതിനകത്ത് കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഏത് വിധത്തിലായിരിക്കും? കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലിൻ്റെ ഏകദേശം ഒരു സൈഡിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ വി ഡി സതീശനെ കൂടെ പരിശ്രമിച്ച് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനം. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ടും പിന്തുണച്ച ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ ഇപ്പോൾ ജനങ്ങൾ കൈവിട്ട ഒരു സാഹചര്യം വന്നത്. ഇതൊന്നും അല്ലാത്ത പുതിയൊരു ഓൾട്ടർനേറ്റീവ് കേരളത്തിലെ ജനങ്ങൾ തേടുകയാണ്. ആ ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വരും. ഓൾട്ടർനേറ്റീവിന്റെ പേരായിരിക്കും BJP. ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ഉണ്ടാവും. BJP അതിന് നേതൃത്വം കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വരുത്തിയിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം അത് എത്രമാത്രം വലുതാണ്? അല്ല, തീർച്ചയായിട്ടും ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റുന്നതിൽ അത് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഉം. 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 പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വലിയ പ്രതീക്ഷയായിരുന്നില്ല. 50 സീറ്റിട്ട് ഭരിക്കുമെന്നൊക്കെ ഇല്ലേ. അവർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായില്ലേ. ഉം. 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 പിന്നെ അവർക്കിതൊരു ശീലമായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും പൊതുസമൂഹത്തിന് വലിയ പ്രശ്നമായിരുന്നു അത്. യുവാക്കളെ BJPയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ടോ? BJPയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവരൊക്കെ തന്നെ പുരോഗമന ചിന്താഗതിയുള്ള പുരോഗതിയും വികസനവും ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ BJPയോടൊപ്പം ചേർന്ന് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. ഉം. ഉം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പല സ്ഥലങ്ങളിലും ജാതിമത ഭേദമന്യേ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള സോണുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നു. രാഷ്ട്രീയ പരിചയമില്ലാത്തവരെ പോലും പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളായിട്ടൊക്കെ വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് BJP പലപ്പോഴും പുറത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്? അതായത് സമൂഹത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ട്.